നടി അൻസിബ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അൻസിബ, ഇപ്പോൾ ടിനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. അത് അതേസമയം തന്നെ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് തന്നോട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ഞാൻ കേട്ടതാണ്. എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഒന്നാമത് കുറെ അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജിഹാദി പരാമർശം, അദ്ദേഹത്തിന്റെ ടിനി ടോം ചേട്ടന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ ഉൾപ്പെടെ ഞാൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. സോറി, ഹലോ അൻസിബ തുടർന്നോളൂ. അപ്പൊ ഞാന് അങ്ങനെ അവരെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് മറ്റ് മെമ്പേഴ്സിന്റെ മുന്നിലും ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് നീന കുറുപ്പേച്ചി, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ തന്നെയാണ്, നീന ചേച്ചിയാണ് എന്നോടത് പറഞ്ഞു തന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര, എനിക്കിപ്പോഴും അറിയില്ല എന്താ പറയണ്ടതെന്ന്. നമ്മളെ കൂടെയൊക്കെ ഉള്ള ആൾക്കാര് നമ്മൾ അങ്ങനെയായിരുന്നു കണ്ടിരുന്നതെന്ന് ചിന്തിച്ചു പോവല്ലോ. അൻസിബ, ഇപ്പോൾ ടിനി ടോമിനൊപ്പം ഒരു സംഘമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മയിൽ ഒരു സംഘം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നവരെ വ്യക്തിഹത്യ ചെയ്യാനെന്ന് വേണോ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ? ഉണ്ടാവും. അതെ. ഇപ്പോൾ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ അൻസിബയുടെ ഭാഗത്ത് നിന്ന്? എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഫെബ്രുവരി 21 രാജിവെച്ചതാണ്. ഫെബ്രുവരി 21 ഞാന് പ്രസിഡന്റിനും സെക്രട്ടറിക്കും വാട്സപ്പിലും എന്റെ രാജി കത്തയച്ചിരുന്നു. അമ്മ ഒഫീഷ്യൽ മെയിൽ ഐഡിയിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സെക്രട്ടറിയാണ് എന്നെ വിളിച്ചിട്ട് യാഥാർത്ഥ്യം ചോദിച്ചത്. ശരിക്കും ജോലി തിരക്ക് കാരണം തന്നെയാണോ രാജിവെച്ചതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി, പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോ എന്റെ അടുത്ത് സെക്രട്ടറി പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻസിബ ഈ കാര്യങ്ങൾ കാരണമാണ് രാജിവെക്കുന്നതെന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടോളൂന്ന്. ഞാൻ പറഞ്ഞു, വയ്യ ചേച്ചി, ഞാൻ ഇത്രയും സഹിച്ചു. ഞാൻ അവിടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്ന നാള് മുതൽ പല രീതിയിലാണ് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് വയ്യ, എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് വയ്യാത്ത അവസ്ഥയാണ്. ഞാനില്ല, ഒന്നിനുമില്ല, ഞാൻ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ തീർന്നില്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ കഴിഞ്ഞ EC മീറ്റിംഗിലാണ് എന്റെ രാജി അപ്രൂവ് ചെയ്തത് കമ്മിറ്റി. അതിനുശേഷം പക്ഷെ ഞാനിപ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ രാജിവെച്ചതിന്റെ കാരണങ്ങൾ പല കെട്ടുകഥകളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഞാനിത് മറച്ചു വെക്കുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്?